തൊട്ടിലിൽ വെച്ച് സംസാരിച്ച മഹാന്മാർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ചരിത്രത്തിൽ ഏതാനും ചില ആളുകൾ അവർ ഉന്നതരാണ്, ഉദാത്തരാണ്, ഉത്കൃഷ്ടരാണ്, മഹാന്മാരാണ്. തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച കുറേ ആളുകളുണ്ട്. അവരാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതിലൊന്നാമത്തേത് പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചരിത്രത്തിൻ്റെ കുലപതിയായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, തകല്ലമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മഹ്ദി ഫി അവൈലി വിലാദത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച ആദ്യ വാരത്തിൽ തന്നെ തൊട്ടിലിൽ വെച്ച് നബിതങ്ങൾ സംസാരിക്കുകയുണ്ടായി. വഅവ്വലു കലാമിൻ തകല്ലമ ബിഹി, ആദ്യമായി നബിതങ്ങൾ സംസാരിച്ചത് അൻ ഖാല അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്നായിരുന്നു നബിതങ്ങൾ ആദ്യമായി സംസാരിച്ചതാണ്. നമ്മൾ സാധാരണ കുട്ടികളുടെ ചവിട്ടിൽ അങ്ങോട്ട് അല്ലാഹു അക്ബർ ചൊല്ലിക്കൊടുക്കുകയാണ് ചെയ്യുക, അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ ആദ്യമായി കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണം എന്നാണ് നിയമം, അല്ലേ? എന്നാൽ ഇത് ആരും ചെല്ലാൻ നിന്നില്ല. അതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതായി സിയറത്തുൽ ഹൽബിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനാ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ ദലായിലുൻ നുബുവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ? ഈ ദിക്ർ നമുക്ക് പരിചയമുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. പെരുന്നാൾക്ക് ചൊല്ലുന്ന ദിക്റാണ്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വജ്ജഹത്തുവിന് പകരമായി ചൊല്ലേണ്ട ദിക്റും കൂടിയാണിത്. വജ്ജഹത്തു ദീർഘമാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയാലും വജ്ജഹത്ത് ഓതിയതിൻ്റെ കൂലി കിട്ടും. ഇതിനെ മറന്നു പോകാനില്ല. അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി സംസാരിച്ചത്. രണ്ടാമത്തേത് പ്രവാചകൻ യഹ്യ നബി അലൈഹിസ്സലാമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് യഹ്യ അലൈഹിസ്സലാം. മഹാനവരുകൾ ഇതുപോലെ തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. തകല്ലമഹു ഇബ്നു 3 സിനീൻ, 3 വയസ്സ് പ്രായമായ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിനോട് മഹാനവരുകൾ പറഞ്ഞു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു. ഈസാ നബി അലൈഹിസ്സലാം ഉള്ള കാലത്താണ് യഹ്യ നബി വന്നത്. പക്ഷെ ചെറിയ പ്രായമായിരുന്നു, 3 വയസ്സ് പ്രായമുള്ള സമയത്ത്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ട മാത്രയിൽ യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി പറയുന്നു എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ കാണേണ്ട സമയത്ത് യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞു. നബി ആയിട്ടില്ല, നുബുവത്ത് കിട്ടണമെങ്കിൽ 40 വയസ്സാവണല്ലോ. എങ്കിലും അഡ്വാൻസ് ആയിട്ട് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് കഴിവുകൾ കൊടുക്കും. അതിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല, ഇർഹാസ്വാത്ത് എന്നാണ് പറയാം. ഇർഹാസ്വാത്ത്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റമളാൻ 1 പ്രസവിച്ചത്. പക്ഷേ എന്തായില്ല, ആ റമളാനിലെ 30 ദിവസവും ഉമ്മാൻ്റെ മുലപ്പാല് കുടിച്ചില്ലാന്നാണല്ലോ പകൽ സമയത്ത്. മുതലായ റമളാനിൽ 30 നാടിലും
മുലകൂടിക്കും കാലം മുലനെ തൊടാതോവർ. അത് അല്ലാഹു തആല അഡ്വാൻസ് ആയിട്ട് കറാമത്ത് കൊടുക്കുകയാണ്. എന്ന പോലെ പ്രവാചകനായി രംഗപ്രവേശം നടത്താൻ പോകുന്ന യഹ്യ നബി അലൈഹിസ്സലാം ചെറിയ പ്രായം 3 വയസ്സ് പ്രായമായപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ട മാത്രയിൽ പറഞ്ഞു, അശ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു. ഈസാ നബി അലൈഹിസ്സലാമും ഇതുപോലെ ചെറുപ്രായത്തിൽ സംസാരിച്ച ആളായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ ഇതുപോലെ സംസാരിച്ച മറ്റൊരു പ്രവാചകനായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം തന്നെ അത്ഭുതമാണല്ലോ. ലോകത്ത് 4 തരത്തിലുള്ള ജന്മങ്ങളാണുള്ളത്. ഒന്ന് ബാപ്പയും ഉമ്മയും ഉള്ളവർ, ഞാനും നിങ്ങളൊക്കെ മാതിരി. എൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല. വേറൊന്ന് ഉമ്മയും ബാപ്പയും ഇല്ലാത്തവർ. ബാപ്പയും ഉമ്മയും ഉള്ളവർ, ബാപ്പയും ഉമ്മയും ഇല്ലാത്തവർ. അതാരാ? ആദം നബി അലൈഹി സ്വലാം. ഇല്ലാത്തവർ എന്ന് പറയാൻ മാത്രമല്ല, ബഹുമാനിച്ച് പറയാൻ പറ്റും. ബാപ്പയില്ല, ഉമ്മയില്ല. ഇനി ബാപ്പയുണ്ട്, പേരിന് ഉമ്മയില്ല. അതാണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. പേരിന് ബാപ്പുണ്ട്, കാരണം ബാപ്പന്റെ വാരിയല്ലിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആ നിലക്ക് ബാപ്പയില്ല, ഉമ്മയുണ്ട്. അതാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. അങ്ങനത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാപ്പയില്ലാതെ ഗർഭമുണ്ടായ ആളാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് ചെയ്തത്? റൂഹ് ഊതിയത്. ഒറ്റ ഊത്ത് അങ്ങോട്ട് ഊതി, ഗർഭമുണ്ടായി. ജന്മം തന്നെ അത്ഭുതമുള്ള പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജന്മവും അതുപോലെ ഒരു അത്ഭുതമായിരുന്നു. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ മകളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പടച്ചോനെ, ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞാൻ പള്ളിയുടെ പരിചാരകനായി നേർച്ചയാക്കി എന്ന് പറഞ്ഞു ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. പ്രസവിച്ച് നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. എന്താ ചെയ്യാൻ? പെണ്ണ് ആണിനെ പോലെയല്ല എന്ന് പറഞ്ഞത് ആരാണ്? മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയാണ്. ആണും പെണ്ണും സമല്ല എന്ന് പറഞ്ഞ നമ്മളല്ല, സമസ്തക്കാരല്ല. ഇത് പെൺവർഗത്തിൽപ്പെട്ട മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്. ആണും പെണ്ണും തുല്യമല്ല, ആണും പെണ്ണും തുല്യമാകണമെന്ന സമത്വവാദമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ആണും പെണ്ണും സമാണ്. പെണ്ണിനറിയാം ആണും പെണ്ണും സമല്ല, എന്നാലും ആണുങ്ങൾ പറയുന്നത് ആണും പെണ്ണും സമാണ്. സമാക്കി കൊണ്ടുവന്നാലേ ചില ആളുകൾക്ക് അവരെ താല്പര്യങ്ങൾ നടക്കുള്ളൂ. അതിന്റെ പിന്നിലൊരു ലോബിയുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ വിഷയത്തിലും ആണും പെണ്ണും രണ്ട് തന്നെയാണ്. ബുദ്ധിയുടെ വിഷയത്തിലായാലും ആരോഗ്യത്തിൻ്റെ വിഷയത്തിലായാലും അതുപോലെ ധൈര്യത്തിൻ്റെ വിഷയത്തിലായാലും ഏത് വിഷയം എടുത്ത് നോക്കിയാലും, കായികമായി നോക്കിയാലും അങ്ങനെയാണ്. ഇനി ഭംഗിയുടെ വിഷയം എടുത്ത് നോക്കിയാലും അപ്പോഴും പുരുഷൻ തന്നെയാണ്, സംശയം വേണ്ട. ആൺമയിലും പെൺമയിലും ഏതാ ഭംഗി? ആൺമയിലാണ് ഭംഗി. പിടക്കോഴിയും പൂവൻ കോഴിയും ഏതാണ് ഭംഗി? പൂവൻ കോഴിയാണ് ഭംഗി, അല്ലേ? ഞാനാടും പെണ്ണാടും ഏതാണ് ഭംഗി? ആണാടാണ് ഭംഗി. പിന്നെ പുരുഷന്റെ വിഷയത്തിൽ, മനുഷ്യന്റെ വിഷയത്തിൽ മാത്രം വ്യത്യാസം ഉൾപ്പെടുത്തണോ? വേണ്ട, ആണ് തന്നെയാണ് ഭംഗി, സംശയമൊന്നും വേണ്ട. ഒരു പുരുഷന് താങ്ങാനാവുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് താങ്ങാനാവോ? ഇല്ല. വലിയ ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ ആരാണ് ഡോക്ടർമാര്? പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. കാരണം അവർക്ക് ഇതുപോലെയുള്ള മേജറായ ഓപ്പറേഷനുകളൊന്നും താങ്ങാനുള്ള കരുത്ത് സ്ത്രീകൾക്കില്ല. ബുർജ് ഖലീഫയുടെ മുകളിൽ ജോലി ചെയ്യുന്നത് ആരാ? സ്ത്രീകളാണ്. ദുബൈയില് ഇല്ല, അത് പുരുഷന്മാരാണ്. കാരണം സ്ത്രീ അവിടെ കയറുമ്പോഴേക്ക് തലമിന്നി വീഴും, അടിയിലുണ്ടാവും. അത് മൈൻറ്റൻസ് ചെയ്യാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതാണ് പുരുഷൻ. ബസ്സിൽ വന്നപ്പോൾ നിറച്ച ആളുകളാണ്. ഈ സ്റ്റെപ്പിൽ നിന്നിട്ട് യാത്ര ചെയ്യണം മണിക്കൂറുകളോളം. പുരുഷൻ തൂങ്ങിപ്പിടിച്ചു പോകും, ഒരു കുഴപ്പമില്ല. സ്ത്രീക്കത് കഴിയില്ല. അതുകൊണ്ടാണ് സ്ത്രീക്ക് നേരത്തെ തന്നെ റിസർവേഷൻ സീറ്റ് അവിടെ തയ്യാർ ചെയ്തിരിക്കുകയാണ്, അല്ലേ? ആർക്കൊക്കെ സീറ്റ് ഉണ്ട്? വൃദ്ധന്മാർക്കുണ്ട്, പിന്നെ
അംഗവൈകല്യരായ ആളുകളുണ്ട്, പിന്നെ സ്ത്രീകൾക്കും ഉണ്ട്. അപ്പം ആരെ കൂട്ടത്തിൽ ആ സ്ത്രീകളെ കൂട്ടി നോക്കിയാൽ നിങ്ങൾ. അപ്പം ആണും പെണ്ണും സമമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. അത് പെണ്ണുങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പടച്ചോനെ എനിക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയുടെ പരിചാരകനാക്കാതെ നേർച്ചയാക്കി. പക്ഷെ പ്രസവിച്ച് വീണപ്പോൾ അത് പെൺകുട്ടിയാണ്. അലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും സമമല്ലല്ലോ. ഏതായാലും നേർച്ച പോലെ വീടുണ്ട്. ആ കുട്ടിയെ, മറിയം എന്ന കുട്ടിയെ പള്ളിയിലേക്ക് കൊടുത്തയച്ചു. സക്കരിയ നബി അലൈഹിസ്സലാം കുടുംബക്കാരനാണ്, അവിടെ ഇമാമായിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഏറ്റെടുത്തു. പ്രായപൂർത്തിയെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കുളിക്കാൻ പോയ നേരത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മാറത്ത് ഊതിക്കൊടുത്തു. അങ്ങനെയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായത്. ആ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. മൂന്നാമത്തെ പ്രവാചകനാണ്, തൊട്ടിൽ വെച്ച് സംസാരിച്ച മൂന്നാമത്തെ പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് കുട്ടിയുണ്ടായപ്പോൾ, ഗർഭമുണ്ടായപ്പോൾ ജനങ്ങൾ വ്യഭിചാരി എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തത്ത് ബിഹി ഖൗമുഹാ തഹ്മിലുഹു ഖാലു യാ മർയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞുപോയ ആളുകളൊക്കെ നല്ല ആളുകളായിരുന്നല്ലോ, ഇപ്പം നീയായിട്ട് ഈ കുടുംബം പറയിപ്പിച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ നേരെ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഖാലു, അവരെ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയാ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? എന്താ പട്ടുണ്ടോ? നീ വ്യഭിചരിച്ച് കുട്ടിയുണ്ടാക്കി ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾ ആരോപണം പറഞ്ഞപ്പോൾ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്. ആ നാട്ടിലെ ആളുകൾക്ക് മറുപടി പറയുകയാണ്, തൊട്ടിലിൽ കിടക്കുന്ന ഈസാ എന്ന് പറയുന്ന ബാലൻ വാതാനിയൽ കിതാബ്, അല്ലാഹു എനിക്ക് നേരത്തെ തന്നെ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യാ, നേരത്തെ തന്നെ എന്നെ നബിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുൻതു, ഞാൻ എവിടെയാണെങ്കിലും അനുഗ്രഹീതനാണ് ഞാൻ. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, എന്നോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും എന്നോട് കൽപ്പിക്കപ്പെട്ടു, എന്നോട് ഉപദേശിച്ചിരിക്കുന്നുവെന്ന് ചെറിയ കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഒരു ചെറിയ ആളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല പിന്നെയും പറഞ്ഞു, വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ വസ്സലാമു അലയ്യ യൗമ വലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഞാൻ ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയല്ല. എൻ്റെ ജന്മദിവസവും എൻ്റെ മരണ ദിവസവും എൻ്റെ പുനർജന്മ ദിവസവും ഒക്കെ സമാധാനമാണ് എന്ന് ഈ ചെറിയ കുട്ടി തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാ എന്ന് പറയുന്ന ബാലൻ പ്രിയപ്പെട്ടവരെ സംസാരിച്ചു. വലിയ മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുന്ന വലിയ മുഅ്ജിസത്തിന്റെ ഉടമയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിന്റെ കൂടെ കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ പോകുന്ന തഫ്സീറിൽ കാണാം. തഫ്സീർ ഖാസിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് പറയും, ഇന്ന് എൻ്റെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇത് പോകുമ്പോൾ
ഗസ്റ്റുകൾ കൊണ്ടുവന്ന ആ മുട്ടായി എവിടെയാണെന്ന് ചോദിക്കണം കേട്ടോ. അതെങ്ങനെ ഉണ്ട് ചോദിച്ചാൽ മതി. ഉമ്മ പറഞ്ഞോളൂ. ഉമ്മ ചെല്ലുമ്പോൾ പറയും, ഉമ്മ അന്ന് ഗസ്റ്റുകൾ വന്നില്ല, അവിടെ വിരുന്നാരും വന്നില്ലായിരുന്നോ, ഇടുക്കി മുട്ടായി ഇടുക്കി, ആപ്പിളിടുക്കി, മുന്തിരിടുക്കി എന്നൊക്കെ ഇങ്ങനെ കുട്ടി കളിക്കണ സ്ഥലത്തുനിന്ന് പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ പറയും. അപ്പം ഉമ്മ ചോദിക്കും, അതെങ്ങനെ എനിക്ക് മനസ്സിലായത്? അതൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു സീക്രട്ട് ഉണ്ട് പറയും. ഇത് 4 ദിവസം തുടർന്നപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ ഇത് സംഭവം? ഞങ്ങളെ കൂട്ടത്തിനുണ്ട് ഈസ എന്ന് പറയുന്ന ഒരു കുട്ടി. ഓൻ്റെ കണ്ണപ്പെടാത്ത ഒരു സംഗതിയില്ല ഉമ്മ, ഒരു സംഭവം തന്നെയാണോ. ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുന്ന സമയത്ത് ഓരോരുത്തർ വയറിങ്ങനെ നോക്കിയിട്ട് പറയും, നീ ഇന്ന് ചക്കക്കുരി കഴിച്ചില്ലേ, നീ ഇന്ന് കോഴി കഴിച്ചില്ലേ, നീ ആട് കഴിച്ചില്ലേ, നീ ഒട്ടകം കഴിച്ചില്ലേ, നീ എരുത്ത് കഴിച്ചില്ലേ, ഇങ്ങനെ ഓരോരുത്തർ വയറ് നോക്കിയിട്ട് ഇങ്ങനെ പറയും. വല്ലാത്തൊരു കുട്ടിയാണ് അവൻ. എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞാൻ്റെ ഒപ്പം കളിക്കാൻ പോണ്ടായിരുന്നു. മാതാപിതാക്കൾ കുട്ടികളെയൊക്കെ വിലക്കി. ഈസാ നബി ഈ നബിയായിട്ടുള്ള കുട്ടിയല്ലേ, ഈസക്ക് പിന്നെ കളിക്കാൻ കുട്ടികളില്ല. അങ്ങനെ കുട്ടികളെയൊക്കെ ഇങ്ങനെ തേടി ഇങ്ങനെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതുപോലെ 4 ചുറ്റും മതിലുള്ള ഒരു വീട്ടിലാണ് കുട്ടികൾ കളിക്കുന്നത്. ഈസ ഒഴിവാക്കിയിട്ട് കളിക്കുക. അപ്പൊ എവിടെ നമ്മുടെ കുട്ടികളൊക്കെ പോയത്? കുട്ടികളൊക്കെ എവിടെ പോയി? അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ആരാന്ന് വെച്ചാൽ ഇതില് പന്നിക്കുട്ടികളാണെന്ന്. എന്നാ ഒരു പന്നിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ തുറന്നു നോക്കുമ്പോൾ എല്ലാ കുട്ടികളും പന്നിക്കുട്ടികളാണ്. ഇങ്ങനെയുണ്ട്. ഭയങ്കര മോചിതത്തായിരുന്നു. അഡ്വാൻസ്ഡ് ആയിട്ട് അള്ളാഹു തആല കൊടുത്ത കഴിവാണ്. ചിലതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മത്തെ ചോദ്യം ചെയ്തപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വിശദീകരണമൊക്കെ ഈ കുട്ടി തന്നോളൂ. അവര് ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിക്കുകയോ? ഉടനെ സംസാരിക്കാൻ തുടങ്ങി. ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഇത് ഒന്നല്ല 3 പ്രാവശ്യം സംസാരിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാം. 4മത്തേത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സിറുൽ അംബിയാ എന്നാണ് മഹാനവറുകളുടെ സ്ഥാനപ്പേര്. സിറുൽ അംബിയാ, അംബിയാക്കളിലെ രഹസ്യം. ചരിത്രം എഴുതുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം, ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുക. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ. ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബി ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോരാ, ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തെല്ലാം വിപ്ലവങ്ങളാണ് ലോകത്തുണ്ടാക്കിയത്. അന്നത്തെ രാജാക്കന്മാരെ എല്ലാം വെല്ലുവിളിച്ചില്ലേ? നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ഇതായിരുന്നു കാരണം. അവരെല്ലാവരും കൂടി ഉത്സവത്തിന് പോയപ്പോൾ എല്ലാ ബിംബങ്ങളെയും ഒരു മഴുവെടുത്തിട്ട് പൊട്ടിച്ച് കഷ്ണാക്കിയിട്ട് അവസാനത്തെ ഒരു ബിംബത്തിന്റെ തലയിൽ എന്ത് ചെയ്തു? കഴുത്തിൽ ഈ മഴുവിനെ തൂക്കിക്കൊടുത്തു. വന്നു നോക്കുമ്പോൾ മുഴുവൻ ബിംബങ്ങളും കൊണ്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. അപ്പൊ ആരാ ഇത് ചെയ്തത്? അപ്പൊ പറഞ്ഞ ആരാ ചെയ്തത് വലിയ ആളായിരിക്കും. അവിടെ നോക്കിയതാ, അങ്ങനെ ഇരിക്കാണ്ടില്ലേ, മഴും തൂക്കിയാണ്ട് അവനായിരിക്കും ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞ്, അവൻ ചെയ്യാനിട അവൻ ജീവനുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അത് ശരി, അപ്പൊ ഒരു കഴിവില്ലാത്ത കല്ലിനെ അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നത് പടച്ചവനാന്നും പറഞ്ഞിട്ട്? ഇവന്റെ പോക്ക് ശരിയില്ലട്ടാ, ഇവനെ പിടിച്ചോളി, ഇവനെ ഈ നിലക്ക് വളർന്നാൽ ഇവൻ നമുക്ക് ശല്യാവും, അതുകൊണ്ട് ഇവനെ ഇപ്പൊ പിടിച്ച് കെട്ടണമെന്നറിഞ്ഞു. അങ്ങനെയാണ് തീയിലിടാൻ തീരുമാനിച്ചത്. തീയിലിട്ടപ്പോഴോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എയർ കണ്ടീഷനായി മാറണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായി. അപ്പോഴോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്രയോ അകലെ നിന്ന് എറിയേണ്ട തീക്കുണ്ടാരത്തിലേക്ക് അത്രയും ശക്തമായ ചൂടാണ്.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിഞ്ഞു. എല്ലാവരും ഇങ്ങനെ കൈകൊട്ട് ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സുസ്മേര വദനനായി ഇങ്ങനെ ഡിങ്കം വരുന്നവർ തിരിച്ചു വരുന്നത്. ഒരു പ്രശ്നമില്ല. അല്ലാഹു തആല വലിയ മുഅ്ജിസത്ത് കൊടുത്ത പ്രവാചകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ അത്ഭുതമുണ്ടായി. വീണത് തന്നെ കാലുകുത്തിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാലുകുത്തി നിന്നോ. പ്രസവിച്ചിട്ട് വീണപ്പോൾ തന്നെ കാലുകട് കുത്തിയിട്ട് പെട്ടെന്ന് നിർത്തം അങ്ങനെ നിന്നു, തെരിയ കുത്തി. എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രസവിക്കപ്പെട്ട സമയത്ത് എണീറ്റ് നിന്ന് പറഞ്ഞു എന്ന് സിയറത്തുൽ ഹൽബിയയിൽ കാണാം. ത്തിൽ കിടന്ന് സംസാരിച്ച 4ാമത്തെ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അഞ്ചാമത്തേത് ഒരു വനിതയാണ്. മഹദിയായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഗർഭമില്ലാത്ത വനിതയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ചരിത്രത്തിൽ ഹയദില്ലാത്ത ഒരു പെണ്ണാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഗർഭമുണ്ടായല്ലോ ഈസാ നബി അലൈഹി ഇസ്ലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് തീരെ ആർത്തവം ഉണ്ടായിട്ടില്ല. അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും ആർത്തവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചില സ്ത്രീകൾ മാത്രമേ ചരിത്രത്തിലുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ആർത്തവമുണ്ട്. അല്ലാഹു തആല വലിയ പരിശുദ്ധി കൊടുത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മറിയം ബീവി റളിയല്ലാഹു. പള്ളിയിലായിരുന്നല്ല വളർന്നത്, നമ്മൾ പറഞ്ഞല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ് സംസാരിച്ചത്. അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. 6ാമത്തേത് മുബരി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടിയായിരുന്നു. ജുറൈജ് നമുക്കറിയാമല്ലോ, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുറൈജിന് ആ ഇബാദത്തിന്റെ മധുരം പോലെ വിജ്ഞാനവും ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മായുടെ കുരുത്തക്കേട് ജുറൈജിന് സംഭവിക്കില്ലായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുറൈജ് എന്ന് പറയുന്ന മഹാൻ ഇബാദത്തിനായിട്ടൊരു ടെന്റ് കെട്ടിയിട്ട് അള്ളാഹുവിനെ ആരാധിച്ച് കഴിയുകയാണ്. ഉമ്മ വന്നിട്ട് വിളിച്ച് ജുറൈജെന്ന് വിളിച്ചു. ജുറൈജ് നിസ്കാരത്തിലല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മാക്ക് ഉത്തരം നൽകണോ അതല്ല നിസ്കാരം പൂർത്തിയാക്കണം? സത്യത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് ഉമ്മ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ വേണ്ടി ആ നിസ്കാരം മുറിക്കുക. മനസ്സിലാവുണ്ടോ? ഫറലിൽ ഒരാൾ പ്രവേശിച്ചാൽ ആ ഫറൽ എന്ത് ചെയ്യരുത്? മുറിക്കരുത്. അത് ഹറാമാണ്. മസ്അല പറയാം. ഫറലിൽ ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫറല് മുറിക്കൽ ഹറാമാണ്. സുന്നത്തിൽ ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സുന്നത്ത് വേണമെങ്കിൽ മുറിക്കാം. അപ്പൊ ഉമ്മ വിളിച്ച സ്ഥിതിക്ക് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരല്ലേ, ഞാൻ ഉമ്മാക്കൊന്ന് ഉത്തരം കൊടുക്കട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ നിസ്കാരല്ലേ ഇത് എന്നാ വിചാരിച്ചത്? അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ജുറൈജിന് ആ തഖ്വ പോലെ പാണ്ഡിത്യവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മാന്റെ കുരുത്തക്കേട് അങ്ങില്ലായിരുന്നു. വിവരമാണല്ലോ എന്ത് കാര്യമായാലും, ഇല്ലെങ്കിൽ പോയി. അങ്ങനെ ഉമ്മ 3 പ്രാവശ്യം വന്ന് വിളിച്ചു. അപ്പോഴൊക്കെ നിസ്കാരത്തിലായിരുന്നു. ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാതിരുന്നപ്പോൾ ആ ഉമ്മ അവിടുന്ന് ദ്വാരുന്നു, പടച്ചവനെ, ജുറൈജ് എന്റെ മുമ്പിൽ വശനാകുന്ന അവസ്ഥ എനിക്കൊന്ന് കാണിച്ചു തരണം. ലാ തുമിതുഹു ഹത്താ തുരിയഹു വജൂഹൽ മുമിസാത്ത്. വിചാരികളുടെ മുഖം കണ്ട് മരിക്കുന്ന അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടിട്ടല്ലാതെ ജുറൈജിനെ നീ അവസാനിപ്പിക്കരുത്. ഉമ്മാന്റെ ദുആ ഭയങ്കരമാണ്. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ദ്വാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നല്ലത് ദ്വാരുന്നാൽ അതിനനുസരിച്ച് കുട്ടികൾ വളരും. പണ്ടാറടക്കട്ടെ എന്ന് പറഞ്ഞാലോ അതുപോലെ പണ്ടാറായി മാറും. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്? കുട്ടികൾക്ക് നേരെ ശാപപ്രാർത്ഥനകൾ നടത്താൻ പാടില്ല.
ഉമ്മ 3 പ്രാവശ്യം വന്ന് വിളിച്ചപ്പോൾ കാണാത്തതിന്റെ, കിട്ടാത്തതിന്റെ, പ്രതികരിക്കാത്തതിന്റെ പേരിൽ ശാപപ്രാർത്ഥന നടത്തി. സുബ്ഹാനല്ലാഹ്. മലയുടെ മുകളിൽ കയറി ആരാധന നിർവഹിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലുമൊക്കെ വശപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഒരു സ്ത്രീ അവിടെ വരാറുണ്ടായിരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ആ സ്ത്രീ എന്ത് ചെയ്തു? ആ സ്ത്രീ വന്നിട്ട് നാട്ടിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്. ഈ ഗർഭം ഉണ്ടാക്കിയത് ഈ പകൽമാന്യനായി ജീവിക്കുന്ന സൂഫിയില്ലേ ജുറൈജ്, അവന്റെ കുട്ടിയാണിത്. നാട്ടുകാർ മൊത്തം ഇളകിയില്ലേ. സുബ്ഹാനല്ലാഹ്. ജുറൈജ് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടെന്റെല്ലാം പൊളിച്ച് ചാമ്പലാക്കി. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ കുറ്റകൃത്യം ആരാണ് ചെയ്തത്? ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് തെളിയിക്കാൻ എനിക്ക് സമയം തരണം. നിങ്ങളൊരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം തരും. ശരി. ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരത്തിനൊടുവിൽ പറഞ്ഞു, റബ്ബേ, എന്റെ നിരപരാധിത്വം നീയാണ് തെളിയിക്കേണ്ടത്. ഞാൻ നിന്നെ ആരാധിക്കാൻ വേണ്ടി വന്നവനാണ്. എന്നെ ഈ സമൂഹം വഷളാക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിന്നിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിട്ട് ആരോപിക്കപ്പെട്ട ആ കുട്ടിയുടെ പൊക്കിളിൽ ഇങ്ങനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ പിതാവ് ആരാണെന്ന് പറ. ആ കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? എന്റെ പിതാവ് ഇന്നാലിന്ന ആട്ടിടയനാണ്, അല്ലാതെ ഈ മനുഷ്യനല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാ ഗുലാം മന്നബൂക, ആരാണ് നിന്റെ കുട്ടി? ഖാലാ, കുട്ടി പറഞ്ഞു, ഫുലാനുൻ റാഈ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അവരെ എല്ലാതും ചെയ്തു കൊടുക്കാൻ തയ്യാറായി. അവർക്ക് അപ്പോൾ മനസ്സിലായി നിരപരാധിയാണ്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നായി. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊന്നിന്റെ ആവശ്യമില്ല, ഞങ്ങൾ സ്വർണത്തിന്റെ ഒരു മാളിക കെട്ടിത്തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, ഒന്നും വേണ്ട, എന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിച്ചല്ലോ, അൽഹംദുലില്ലാഹ്, അത് മാത്രം മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടിയാണ് 6ാമത്തെ കുട്ടി. 7ാമത്തേത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടിയാണ്. ഇന്നലെ നമ്മൾ ചില ഭാഗങ്ങൾ പറഞ്ഞില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് അടിമയായി കിണറ്റിലെറിയപ്പെട്ട് ഈജിപ്തിൽ ഒരാൾ വാങ്ങിക്കൊണ്ടുവന്നു അവിടുത്തെ ഒരു രാജാവിന്റെ വീട്ടിൽ താമസമാക്കി. അപ്പൊ സുലൈഖ എന്ന സ്ത്രീക്ക് ഇമ്പമുണ്ടായി. ഒരു ദിവസം സുലൈഖ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പിടിക്കാൻ തയ്യാറായി. അന്ന് നബി ആയിട്ടില്ല. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പുറത്തേക്ക് ഓടി വരുന്ന ഈ രംഗം അസീസ് എന്ന് പറയുന്ന രാജാവ് കണ്ടു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആണോ കുറ്റക്കാരൻ, അതല്ല സുലൈഖയാണോ എന്ന് രാജാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഉടനെ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 2 മാസം പ്രായമുള്ള കുട്ടി. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബിൻ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബരിൻ ഫകദബത് വഹുവ മിനസ് സ്വാദിഖീൻ. ഇവിടെ ആരാണ് തെറ്റുകാരൻ എന്ന് തെളിയിക്കാൻ ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. തൊട്ടിലിൽ കിടക്കുന്ന 2 മാസം പ്രായമുള്ള കുട്ടി ഇങ്ങോട്ട് എണീറ്റു. പറ, യൂസുഫിന്റെ മുൻഭാഗമാണോ കുപ്പായം കീറിയത് എങ്കിൽ യൂസുഫ് കുറ്റക്കാരനാണ്. കാരണം അങ്ങോട്ട് ചെന്നപ്പോൾ സംഭവിച്ചു. യൂസുഫിന്റെ കുപ്പായം കീറിയത് മുമ്പിലാണെങ്കിൽ ഫസദഖത്ത്, അവള് പറഞ്ഞത് ശരി, വഹുവ മിനൽ കാദിബിൻ, യൂസുഫ് പറയുന്നത് തെറ്റാണ്. കാരണം അങ്ങോട്ട് ചെന്നപ്പോഴല്ലേ സംഭവിക്കുക. അതേസമയം വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബരിൻ ഫകദബത് വഹുവ മിനസ് സ്വാദിഖീൻ, ബാക്കിലാണ് കീറിയതെങ്കിൽ യൂസുഫ് നിരപരാധിയും അവൾ കള്ളം പറഞ്ഞവളുമാണ്. കാരണം
തിരസ്കരിച്ച് ഓടിയപ്പോഴാണ് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, സംഭവം നോക്കുമ്പോൾ പിറകിലായിരുന്നു ഉപ്പായം കീറിയത്, ഷർട്ട് കീറിയത് പിറകിലാണ്. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ നീചകൃത്യത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഓടുമ്പോ കടന്നാക്രമണം നടത്തിയിട്ടാണ് അതിന്റെ ബാക്ക് ഭാഗം കയറിപ്പോയത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സംസാരിച്ച കുട്ടിയാണ് 7ാമത്തെ കുട്ടി. ഇത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. 8ാമത്തേത് തിഫ്ലുൻ ലദൽ ഉഖ്ദൂദ്. വിശ്വാസികളായ ആളുകളെയൊക്കെ ഒരു കിടങ്ങിലേക്ക് തള്ളിവിടാൻ ഒരു രാജാവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്നലെ നമ്മളൊരു ചരിത്രം പറഞ്ഞിരുന്നു. എന്തായിരുന്നു ചരിത്രം? അബ്ദുല്ലാഹി ഇബ്നു താമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. റസൂലുള്ളാഹി തങ്ങൾ പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ആൾ മരിക്കാൻ പോയപ്പോൾ കുട്ടിക്ക് സിഹിർ പഠിപ്പിക്കാൻ പറ്റിയ ആളെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ സിഹിർ പഠിപ്പിച്ചു. പോകുന്ന വഴിയിൽ എന്തായിരുന്നു, ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് അല്ലാത്ത ആധ്യാത്മികമായ പഠനങ്ങളും പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു വിശ്വസിച്ച ആ ചെറിയ കുട്ടിയെ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വരെ എന്ത് ചെയ്തു, മുസ്ലിമാക്കിയ അനുഭവം. അവസാനം കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചു. ആ കുട്ടിയെ കൊന്നപ്പോൾ കുറെ ആളുകൾ വിശ്വാസികളായി. അവരെല്ലാം ഒരു കിടങ്ങ് കീറിയിട്ട് ആ കിടങ്ങിലിട്ട് നശിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. കിടങ്ങിൽ നിറയെ തീക്കുണ്ടാരം. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളെയും പ്രിയപ്പെട്ടവരെ തീക്കുണ്ടാരത്തിലേക്ക് കിടങ്ങിലേക്ക് വലിച്ചെറിയാൻ പോവാ. അങ്ങനെ വിശ്വാസികളായ ആളുകളൊക്കെ അള്ളാനെ വിശ്വസിക്കുന്ന ആളാണോ? എന്നാ പോവാ. എന്നെ വിശ്വസിക്കുന്ന ആളാണോ? എന്നാ അങ്ങോട്ട് പോവാ. നീ അള്ളാനെ വിശ്വസിക്കുന്ന ആളാണോ? അതെ, എന്നാ അങ്ങോട്ട് പോവാ. എല്ലാവരും ഇങ്ങനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ തള്ളിവിട്ടു. അവസാനം ഒരു ഉമ്മയും ഒരു മകനും. പടച്ചവനെ, ഞാനേതായാലും ഇതെല്ലാം അറിയാനും ചിന്തിക്കാനും പക്വതയുള്ള പ്രായത്തിലാണ്. എൻ്റെ ഈ മടിയിലിരിക്കുന്ന, എൻ്റെ ഒക്കത്തിരിക്കുന്ന ഈ കുട്ടി എന്ത് പിഴച്ചുവോ എന്ന് ഈ ഉമ്മ ചിന്തിച്ചു. ഈ കുട്ടിയുടെ അവസ്ഥ വിചാരിച്ചിട്ട് ആ കിടങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ വിചാരിച്ചു, പടച്ചവനെ, എൻ്റെ കുട്ടി നിരപരാധിയാണല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉമ്മ, ഹദീസുകളിൽ കാണാം, فتقاصعت أن تقع فيها فقال لها الغلام يا أمّا اصبري فإنك على الحق. എന്നെ വിചാരിച്ച് നിങ്ങൾ ചാടാതിരിക്കണ്ട ഉമ്മ, നിങ്ങൾ ചാടിക്കോളൂ, നിങ്ങൾ സത്യപ്രസ്ഥാനത്തിലാണുള്ളത്. ഇതിനേക്കാൾ നല്ലത് ഈ തീയ് ദുനിയാവിലെ തീയാണ്. ഇത് ഇവിടെ അനുഭവിക്കേണ്ടി വന്നാൽ നമുക്ക് നാളെ കിട്ടുന്നത് സ്വർഗമാണ്. അതേസമയം ഈ തീയിനെ പേടിച്ച് നിങ്ങൾ വിശ്വാസം നല്ലത് ഉൾക്കൊള്ളാതിരുന്നാൽ നാളെ ആഖിറത്തിൽ കിട്ടാൻ പോകുന്നതിനേക്കാൾ വലിയ തീയാണ്. അതുകൊണ്ട് ഉമ്മ എന്നെ ഓർത്ത് ഒരിക്കലും ചാടാതിരിക്കണ്ട എന്ന് ഉമ്മയോട് സംസാരിച്ച കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 8ാമത്തെ കുട്ടി. 9ാമത്തേത് തിഫ്ലുൻ റളിയൻ ഖാതബ ഉമ്മഹാ വകല്ലമഹാ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു ഉമ്മ കുട്ടിക്ക് ഇങ്ങനെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചങ്ങായി ഒരു വാഹനത്തിന്റെ മുകളിൽ അടിച്ചു പൊളിച്ചങ്ങോട്ട് പോയി, മുടിയൊക്കെ അങ്ങോട്ട് തൂക്കി ചറവറാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. അല്ലാഹുമ്മ ജഅൽഹു മിസ്ലഹു എന്ന് ഉമ്മ ദ്വാരുന്നപ്പോൾ കുട്ടി പറഞ്ഞു, ലാ തജഅൽനി മിസ്ലഹു. അതുപോലെ സമ്പത്തൊക്കെ ഉണ്ടായി അടിച്ചു പൊളിച്ച് നടക്കുന്ന കുട്ടിയാക്കണപ്പനെ എന്നാണ് ഉമ്മ ദ്വാരുന്നത്. അപ്പൊ കുട്ടി പറഞ്ഞു, എന്നെ അതുപോലെ ആക്കല്ലേ കൊടുത്തത്. പിന്നെ വീണ്ടും മുല പിടിക്കുമ്പോൾ ഒരു പെണ്ണ് അതിനെ ഓടി. അതിന്റെ ബാക്കിൽ പോലീസുകാരുണ്ട്. അവൾ വ്യഭിചാരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണിനെ പിടിക്കാൻ പോലീസുകാർ ഓടുന്നത്. അപ്പോൾ ആ ഉമ്മ ദ്വാരുന്നു, പടച്ചവനെ, ആ പെണ്ണിനെ പോലെ എൻ്റെ കുട്ടിയെ ആക്കല്ലേ. അപ്പോൾ ആ കുട്ടി തിരിച്ചും ദ്വാരുന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ. കാരണം അവൾ നിരപരാധിയാണ്, നല്ല സ്വാലിഹത്തായ പെണ്ണാണ്. ജനങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടാണ് വ്യഭിചാരിയാക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ ആ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണ്. ഇങ്ങനെ സംസാരിച്ച രംഗമാണ് 9ാമത്തെ കുട്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ,
പിന്നെ 10ാമത്തെ കുട്ടി തിഫുലു മാഷിത്താത്ത ബിൻതി ഫിർഔന. ഫിർഔനിന് മാഷിത്ത എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മാഷിത്താക്ക് വേറെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഫിർഔനിന്റെ മകൾ മാഷിത്ത. ഫിർഔനിന്റെ മകള് മാഷിത്ത എന്ന് പറയുന്ന കുട്ടിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുമ്പോഴാണ് ചീപ്പ് എന്ത് ചെയ്തു? വീണുപോയി. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ആ ചീപ്പ് ഇങ്ങോട്ട് എടുക്കാൻ പോയപ്പോ കുട്ടി പറഞ്ഞു, അല്ല ആരായി ബിസ്മില്ല? നമ്മുടെ വാപ്പാന്റെ പേരാണോ? ഫിർഔനെ കുറിച്ച് ചോദിക്കുക. അല്ലടാ, അത് നിന്റെയും ബാപ്പാന്റെയും എന്റെയും ഒക്കെ രാജാവായൊരു പടച്ചവനുണ്ട്, അവന്റെ പേരാണ്. അപ്പൊ ഈ കുട്ടി ഫിർഔനോട് ചെന്ന് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു ആളുണ്ടോ? അപ്പൊ ഫിർഔൻ പറഞ്ഞു, അത് മൂസാ നബിയുടെ വാദമാണല്ലോ. അവളിപ്പോ അതിന്റെ ഇടയിൽ അത് വിശ്വസിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ കൊട്ടാരത്തിലായിരുന്നല്ലോ വളർന്നിരുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഇൻജക്ട് ചെയ്തതാണ് എല്ലാ അടി കൂടെ. അങ്ങനെ മാഷിത്ത മുസ്ലിമായി പോയി. അപ്പൊ ഫിർഔൻ ചോദിച്ചു, മാഷിത്ത അനക്ക് മൂസാ നബിയുടെ റബ്ബിൽ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബാപ്പാ, യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളെയൊക്കെ രാജാവ് അല്ലാഹു തന്നെയല്ലേ, നിങ്ങൾ എന്തിനാ അഹങ്കാരം കാണിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, തറവാട്ടിലാണ് പരിപാടി, നിങ്ങൾ നോക്കി. അപ്പോൾ മാഷിത്തയെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ചെമ്പ് കൊണ്ടുവന്നു. അതിൽ നിറയെ എണ്ണയിട്ട് കത്തിച്ചു. എണ്ണ ഇങ്ങനെ തിളക്കുകയാണ്. മാഷിത്തയോട് പറഞ്ഞു, അതിൽ ചാടണോ അതല്ല എന്നെ വിശ്വസിക്കണം. മാഷിത്ത പറഞ്ഞു, ഞാൻ മാത്രല്ല, ഞാനും എൻ്റെ കുട്ടി ഉൾപ്പെടെ അങ്ങ് ചാടാം, ഒറ്റ കാര്യമുള്ളൂ. അന്ത്യാഭിലാഷായിട്ട് എന്താ പറയുള്ളൂ എന്ന് ചോദിച്ചു. അന്ത്യാഭിലാഷായിട്ട് പറയാനുള്ളത്, എന്നെയും എൻ്റെ കുട്ടിയെയും എല്ലെങ്ങാനും ബാക്കിയുണ്ടാവുകയാണെങ്കിൽ അത് ഒരു കഷ്ണത്തിൽ കെട്ടിയിട്ട് മറമാടണം, അത്ര മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുണ്ട് വിശ്വാസം. ആരായിരുന്നു? ഫിർഔനിന്റെ മകൾ. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും വേണോ? ലോകം മുഴുക്കയും ഭരിക്കാൻ അവസരം കൊടുത്ത മഹാരാജാവല്ലേ ഫിർഔൻ. ആ കൊട്ടാരത്തിൽ വളരുന്ന ഒരാളുടെ മകൾ. വിശ്വാസത്തിനാണ് പ്രിയപ്പെട്ടവരെ അവർ പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ ഇതാ അതിലേക്ക് ചാടാൻ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ ഓർത്ത് മാഷിത്ത അല്പം സ്തംഭിച്ചു പോയി. ആ സമയത്ത് കുട്ടി വിളിച്ചു, യാ ഉമ്മ ഇക്തഹിമി ഫഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഉമ്മേ, ചാടിക്കോളൂ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ തീയിനേക്കാൾ വലുതാണല്ലോ പാരത്രിക തീ. അതുകൊണ്ട് ഇപ്പൊ ഇതിലേക്ക് ചാടാതെ പോയാൽ ആ തീയിൽ നമ്മൾ പോകും. എന്നെ ഓർത്ത് നിങ്ങൾ ചാടാതിരിക്കണ്ട എന്ന് ഉമ്മയെ പ്രോത്സാഹിപ്പിച്ച മാഷിത്തയുടെ കുട്ടിയാണ്. അതാ പ്രിയപ്പെട്ടവരെ, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച 10ാമത്തെ കുട്ടി. ഇമാം അഹ്മദ്, ബസ്സാർ, തബറാനി എന്നവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 10 ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം പറഞ്ഞു. ഒരു പാട്ട് പാടിയത് കാണാം. തകല്ലമ ഫിൽ മഹ്ദി അന്നബിയു മുഹമ്മദു വയഹ്യാ വഈസാ വൽ ഖലീലു വമർയമു. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച അതാ മഹാന്മാരിൽ ഒന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്, യഹ്യാ നബിയാണ്, ഈസാ നബിയാണ്, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. ومبني جريج ثم شاهد يوسف وطفل لدى الأخدود يرويه مسلم. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുട്ടിയാണ്. മറ്റൊന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാര്യങ്ങൾക്ക് സാക്ഷിയായ കുട്ടിയാണ്. അതാ കിടങ്ങിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉമ്മയുടെ ഒക്കത്ത് വെച്ച് സംസാരിച്ച മറ്റൊരു കുട്ടി. ആ ചരിത്രം റിപ്പോർട്ട് ചെയ്തത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവാണ്. ليه مر بالآمة التي يقال لها تزني ولا تتكلم. വിചാരിയാണ് നീ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് സംസാരിച്ച ഒരു കുട്ടിയുണ്ട്. പടച്ചവനെ, അവൾ നിരപരാധിയാണ്, എന്നെ അതുപോലെ ആക്കണേ എന്ന് പറഞ്ഞു.
ومشيطة في أهل فرعون طفلها وفي زمن الهادي المبارك يختم. ഫിർഔനിന്റെ മകളായ മാഷിത്തയുടെ കുട്ടിയാണ് മറ്റൊരു കുട്ടി. മാത്രമല്ല വഫീ സമനിൽ ഹാദിൽ മുബാറക് യുഖ്തമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി രംഗപ്രവേശം നടത്തിയപ്പോൾ നബി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണെന്നറിയുമോ? ചെറിയ കുട്ടിയാണ്. റസൂൽ ഹജ്ജ് ചെയ്തിട്ട് ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ചെറിയ പൊടിക്കൊച്ചുണ്ട്. അതിനോട് ചോദിച്ചു, ഞാൻ ആരാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ ചരിത്രത്തിൽ ചെറിയ പ്രായത്തിൽ സംസാരിച്ച കുട്ടി തീർന്നുപോയി എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കാലത്ത് പാടുന്നു. മമാശീതത്തും ഫീ അഹ്ലി ഫിറൗന തിഫ്ലുഹാ വഫീ സമനിൽ ഹാദിൽ മുബാറക് യുഖ്തമു. ഇത്രയും ആളുകളാണ് തൊട്ടിയിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച്. അള്ളാഹു ഇവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ